വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോട്ടയം ജില്ലയിലെ ഓല ഇലക്ട്രിക് ഇരുചക്ര വാഹന ഉപഭോക്താക്കൾ കളക്ടറേറ്റ് മാർച്ച് നടത്തി. ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. എല്ലാ സർവീസ് സെന്ററുകളും ഉടൻ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കുക, സ്പെയർ പാർട്സ് ക്ഷാമം അടിയന്തരമായി പരിഹരിക്കുക, സർവീസ് സെന്ററുകളിൽ മാസങ്ങളായി കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ ഉടൻ റിപ്പയർ ചെയ്ത് കൈമാറുക, വാഹനങ്ങൾക്ക് കേടുവന്ന ഉപഭോക്താക്കൾക്ക് നഷ്ടപരിഹാരം നൽകുക, ഉപഭോക്തൃ കേന്ദ്രിതമായി ഇലക്ട്രിക്കൽ വെഹിക്കിൾ പോളിസി പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. ഗാന്ധി സ്ക്വയറിൽ നിന്നും സ്കൂട്ടറുകൾ തള്ളിക്കൊണ്ട് നടത്തിയ മാർച്ച് ചാണ്ടി ഉമ്മൻ MLA ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകിച്ച് സർക്കാരിനെതിരെ സമരമായിട്ടല്ല, അതേസമയം അവരുടെ ആവശ്യങ്ങൾ, ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് സ്പെയർ പാർട്സ് ഈ വാഹനങ്ങൾ കിട്ടുന്നില്ല. അതുപോലെ തന്നെ സർവീസ് സെന്ററുകൾ വ്യാജമായിട്ടുള്ള സ്പെയർ പാർട്സും അതുപോലുള്ള കാര്യങ്ങളും ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ അവിടെ RTOയുടെ വേണ്ട നടപടികൾ ഉണ്ടാവണമെന്നാണ് അടുത്ത ആവശ്യം. പിന്നെ ലൈസൻസ്, ഈ വ്യാജമായിട്ട് നടത്തുന്ന സർവീസ് സെന്ററുകളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക, അങ്ങനെ അടക്കമുള്ള ആവശ്യങ്ങൾ, വളരെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ, നമ്മുടെ ജനങ്ങളുടെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഇലക്ട്രിക് വെഹിക്കിൾ അത് നമ്മുടെ നാടിന് ഏറ്റവും ആവശ്യമുള്ള കാര്യം തന്നെയാണ്, അത് സംശയമൊന്നുമില്ല. പക്ഷെ ആ ഇലക്ട്രിക് വെഹിക്കിൾ നടപ്പിലാക്കുമ്പോൾ അല്ലെങ്കിൽ അത് കൊണ്ടുവരുന്ന സംഘടന അല്ലെങ്കിൽ കമ്പനീസ് അതിന്റെ ഉത്തരവാദിത്തം കൂടി ഏറ്റെടുക്കണം. കാരണം ഇത് മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സ്പെയർ പാർട്സ് വേണ്ടേ, അത് നന്നാക്കാനുള്ള സാഹചര്യം ഉണ്ടാവുന്ന സർവീസ് സെന്റർ വേണ്ടേ, വ്യാജമായിട്ടുള്ള സർവീസ് സെന്ററുകളും വ്യാജമായിട്ടുള്ള ഓല കമ്പനിക്ക് ഉപഭോക്താക്കളുടെ സർവീസ് ഉറപ്പാക്കാനുള്ള ബാധ്യതയുണ്ട്. അത് ചെയ്യുവാൻ വേണ്ട നടപടികൾ സർക്കാർ കൈക്കൊള്ളുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഓല ബയേഴ്സ് ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് EV പ്രകാശ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ MP അഡ്വക്കേറ്റ് സുരേഷ് കുറുപ്പ്, ഡോക്ടർ സെലിൻ ഫിലിപ്പ്, മിനി K ഫിലിപ്പ്, OBAC രക്ഷാധികാരി ഫാദർ ജോൺസ് എബ്രഹാം, നിതിൽ എന്നിവർ പ്രസംഗിച്ചു. OBAC സെക്രട്ടറി അഡ്വക്കേറ്റ് അഭിലാഷ് ചെമ്പകശ്ശേരി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി അരവിന്ദ് V നന്ദിയും പറഞ്ഞു. മാർച്ചിനു ശേഷം കളക്ടർക്കും RTOയ്ക്കും നിവേദനം നൽകി. മാർച്ചിന് ടിജിൻ മാത്യു, റീബു തോമസ്, ജോളിച്ചൻ കോട്ടക്കൽ, അജി വർഗീസ്, അനീഷ് MV, രതീഷ് KR, വിപിൻ വൈക്കം, V ഉല്ലാസ് എന്നിവർ നേതൃത്വം നൽകി. i4A ന്യൂസ്, ഏറ്റുമാനൂർ.